ഹേ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ ജപ്പാനിൽ. എന്തായാലും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു വ്ളോഗ് എടുത്ത് ഇതിലേക്ക് ഇനി എഡിറ്റ് ചെയ്ത് കയറ്റാനുള്ളൊരു മടി കാരണം ഞാൻ ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കുമമോത്തോയിലേക്കുള്ള ട്രിപ്പാണ്. അതായത് മിയാസാക്കിയിൽ നിന്ന് ഞാൻ താമസിക്കുന്നത് മിയാസാക്കിയിലാണ്. സോ മിയാസാക്കിയിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദ റോഡ്, ദ ഹൈവേസ് ആൻഡ് എവറിത്തിങ് വാസ് സോ ഗുഡ്. എനിക്ക് എവിടെ നോക്കിയാലും വാവ് എന്നുള്ള പറയാനുള്ളൊരു ഫാക്ടർ മാത്രമേ ഞാൻ അതിൽ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വ്ളോഗ്. സോ രാവിലെ തന്നെ എനിക്ക് എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്തൊരു കോൾ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് പെട്ടെന്ന് പേടിച്ചു പോയി ഞാൻ. കാരണം നമുക്ക് അത്ര രാവിലെ ഒന്നും നമ്മൾ ഇവിടുന്ന് ഒരു കോളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. സോ ബൈ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും ചാടി കയറി ഇറങ്ങിയ ആളാണ് ഞാൻ. ആൻഡ് എവിടേക്കാന്ന് പോലും അറിയാണ്ട് ഇറങ്ങിയ ഒരാളാണ്. ബട്ട് ദ പ്ലേസ്, ദ ആംബിയൻസ് ആൻഡ് എവറിത്തിങ് ലിറ്ററലി വാസ് സോ ഗുഡ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് അവർ വ്ളോഗ്. സോ നമ്മൾ ആദ്യം പോയത് കുമമോത്തോ ഉള്ള ഒരു പാർക്കിലേക്കാണ്. ആൻഡ് ദിസ് വാസ് ദാറ്റ് പാർക്ക്. ഹിയർ വി ക്യാൻ സീ കുറേ, അതായത് ഈ ഒരു ഡോളിനെ പറയുന്നതാണ് കുമമോത്തോ എന്ന് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ലിറ്ററലി ഐ വാസ് ലൈക്ക് വാവ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് എഗെയിൻ ഒരു ഓഷ്യനാണ്. ആൻഡ് ദ വ്യൂ വാസ് സോ ഗുഡ്. ജസ്റ്റ് എൻജോയ് ദിസ് വ്യൂ. ഈ ഒരു ലേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കാണിക്ക പൈസ അറിയില്ലേ, അതുപോലെയാണ് ഈ ഗോൾഡൻ ഫിഷിൻ്റെ. ഇത് ഗോൾഡൻ ഫിഷ് ആണോ പറയുന്നത് എനിക്കറിയില്ല. എനിവേ ഈ ഒരു കുഞ്ഞു പോണ്ടിലേക്ക് എല്ലാവരും കോയിൻസ് ഇടുന്നുണ്ടായിരുന്നു പ്രേ ചെയ്തിട്ട്. ആൻഡ് ഞാനും അതേപോലെ തന്നെ പ്രേ ചെയ്തിട്ട് കോയിൻസ് അതിലേക്ക് ഇട്ടു. ആക്ച്വലി ജാപ്പനീസ് കൾച്ചറും ഇവരുടെ കുറേ ട്രഡീഷൻസൊക്കെ തന്നെ ഭയങ്കര നമ്മുടെ നാട്ടിലതായിട്ട് നമുക്ക് സിമിലറായിട്ട് തോന്നാറുണ്ട്. സോ ടൈം ഭയങ്കര നമുക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ആൻഡ് അടുത്ത പ്ലേസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത പ്ലേസിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എന്തെങ്കിലും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി. ഞങ്ങൾ നേരെ പോകുന്ന വഴിക്കുള്ള ഒരു 7-Eleven കയറിയത്, നമ്മുടെ കമ്പനി, അതായത് ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറിൽ. ആൻഡ് അങ്ങനെ കയറി നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബർഗറൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് പോയി. ആൻഡ് ജസ്റ്റ് സീ ദിസ് ഗൈസ്, ഐ വാസ് ജസ്റ്റ് ലവിങ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു കേവിലേക്കാണ്. ആൻഡ് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ തന്നെ വാസ് സോ ഗുഡ്. നമ്മൾ ഈ വയനാട് ചുരം കയറി പോയില്ല, അതുപോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നെങ്കിലും ആക്ച്വലി നാടല്ല എന്നുള്ള കാര്യം നമ്മൾ പിന്നെ റിയലൈസ് ചെയ്യണം. ആൻഡ് കുറേ ഓറഞ്ച് തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ വേണം ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ വഴി തെറ്റി ചെറുതായിട്ട് നമ്മളൊരു ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് എത്തിയത്. അത് മാത്രമല്ല ചെറിയ മഴ ചാറുന്നും ഉണ്ടായിരുന്നു. പക്ഷേ ദ വ്യൂ വാസ് നോട്ട് അറ്റ് ഓൾ കോംപ്രമൈസിങ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ദ റിലാക്സേഷൻ വിച്ച് ഐ ഗോട്ട് ഫ്രം ദാറ്റ് പ്ലേസ് വാസ് ഓൾസോ സോ ഗുഡ്. അതിനുശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള വഴി മനസ്സിലായപ്പോൾ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് നടന്നു. ആൻഡ് നടക്കാനല്ല, നമുക്ക് കാറിൽ വരാൻ പറ്റും. സോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാർ കാർ എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മൾ താഴോട്ടേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് നടന്നു. ഫൈനലി നമ്മൾ എത്തിയത് വന്ന് പെട്ടിട്ടുള്ളത് ഓറഞ്ച് തോട്ടത്തേക്കാണ്. ഓറഞ്ച് തോട്ടം. ആൻഡ് നമ്മൾ കുറച്ച് തപ്പി നടന്നെങ്കിലും ഫൈനലി നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ കേവ്. സോ ഇവിടുന്ന് നമുക്ക് ഒരാൾക്കൊരു 300 yen ഉണ്ടായിരുന്നു. നമ്മളത് എടുത്ത് പേ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഈ
ഒരു കേവിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റേ ഗാൻഡോ കേവ് എന്നാണ്. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയാമോട്ടോ മുസാഷി എന്ന് പറയുന്ന ഒരു ലെജൻഡ് ഇവിടെയാണ് പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഇയറൊക്കെ ലൈക്ക് ഫോർ റൈറ്റിംഗ് ഒക്കെ വേണ്ടിയിട്ട് ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേവിലായിരുന്നു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ എത്രയോ ഇതുപോലത്തെ പ്രതിമകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു അമ്പല സെറ്റപ്പിലുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല മഴയായതുകൊണ്ടാണോന്നറിയില്ല, എനിക്ക് ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല മഴയും നമുക്ക് ഈ ഒരു നേച്ചർ ബ്യൂട്ടി ശരിക്കും ആസ്വദിക്കാൻ പറ്റി. ഈ മുകളിൽ കാണുന്നതാണ് റിയൽ കേവ്. ഇവിടെയായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നത്. ആൻഡ് മുകളിൽ കയറിയാലും നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് ജപ്പാനിലെ തന്നെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടുത്തെ ജിൻജയിലൊക്കെ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ കുറേ റൈറ്റിങ്സും. ഇതുപോലെ ഒസാക്കയും ഇവിടെ മുന്നിൽ നമ്മൾ ഈ നേർച്ചയ്ക്കൊക്കെ വെക്കുന്നത് പോലെ വെക്കാറുണ്ട്. അത് മാത്രമല്ല, അവിടെ ഒരു ബുക്കും വെച്ചിട്ടുണ്ടാവും. നമുക്കതിനകത്ത് റൈറ്റിങ്സ് ഒക്കെ ചെയ്ത് വെക്കാം. ആൻഡ് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ കുറേ ഈ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു, ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ സ്റ്റാമ്പ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ആ സ്ഥലത്തുനിന്നും ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ച ഞാൻ പറയണ്ടല്ലോ, ഓറഞ്ച് തോട്ടത്തിൽ നമ്മൾ നിർത്തി. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇവിടുന്ന് ഒരു ഓറഞ്ച് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫ്രഷ് ഓറഞ്ചാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ, അതാണ് അതിൻ്റെ ഒരു ആക്രാന്തം. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ഓറഞ്ച് കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നേരെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആൻഡ് ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇവിടുത്തെ ഗ്യോസ, അത് നമ്മൾ നാട്ടിലത്തെ മോമോസ് പോലത്തെ ഒരു സാധനമാണിത്. ഇതിൻ്റെ ഉള്ളിൽ പിഗ്ഗാണ്, അത് ട്രൈ ചെയ്തു. ചാഹൻ ട്രൈ ചെയ്തു. ആൻഡ് കരാഗെ, ഇവിടുത്തെ കരാഗെ, ചാഹൻ, ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പഠിച്ചതാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലും ഇതൊക്കെയാണ് ഇവിടെ മെനു ഉള്ളത്. ഞാൻ രാമേൻ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ രാമേൻ പ്ലസ് ചാഹൻ ആൻഡ് എവറിത്തിങ് ഇസ് ദെയർ. ആൻഡ് കരാഗെ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോയത് കുമമോട്ടോ കാസിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നമ്മൾ വരുന്നതിന് മുന്നേ ഒരു ജിഷിൻ ഉണ്ടായിരുന്നു. ആ ജിഷിനിൽ ഈ കാസിൽ ചില ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കാസിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഇറ്റ്സ് വാസ് ഓൾമോസ്റ്റ് 4 o'clock ആൻഡ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ജിൻജയിലേക്കാണ് പോയത്. ഇവർ പ്രാർത്ഥിക്കുന്ന വേ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഇവർ കൈ കൊട്ടി ആൻഡ് എൻ്റെ കോയിനൊക്കെ ഇട്ടിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുക. സോ നമ്മളും അതുപോലെയൊക്കെ പ്രാർത്ഥിക്കണമല്ലോ അല്ലേ. സോ ഞാനും അതുപോലെ തന്നെയാണ് ചെയ്തത്. ആൻഡ് ദിസ് വാസ് സോ റിലാക്സിങ് അഗെയിൻ ആസ് ഐ മെൻഷൻ ബിഫോർ. ഇതാണ് ഞാൻ പറഞ്ഞ കാസിൽ കേട്ടോ. ഇത് ആദ്യ കാലത്ത് ഉണ്ടായതല്ല, ജിഷിൻ വന്നതിന് ശേഷമൊക്കെ അവർ വീണ്ടും പൊളിച്ച് പണിതതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നുള്ളൊരു ഹോപ്പ് അതിൽ നമ്മൾ അവിടുന്ന് തിരിച്ച് വരികയാണ് പിന്നെ ചെയ്തത്.
ഇവിടെ വന്നിട്ട് ഓരോന്നും കാണുമ്പോഴും ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് അറിയുന്നതുകൊണ്ടാണെന്നറിയില്ല, എല്ലാം ഒരു വാവ് ഫാക്ടർ തന്നെയാണ്. ഇവരുടെ കൾച്ചറായാലും ഇവരുടെ ഓരോ രീതികളായാലും ഇറ്റ്സ് എൻറ്റയർലി ഗുഡ് ആക്ച്വലി. സോ നമ്മൾ പിന്നെ നല്ല മഴയായത് കാരണം അത്യാവശ്യം നല്ല രീതിക്ക് നല്ല മഴയും അതുമാത്രമല്ല ടൈമും നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ 3 hours ട്രാവൽ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് എല്ലാവർക്കും വർക്കും ഉണ്ട്, ഞങ്ങൾക്ക് ക്ലാസ്സും ഉണ്ട്. സോ കുറേ ശുക്കുതായും എല്ലാം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വരുന്ന വഴിക്ക് സെക്കൻഡ് സ്ട്രീറ്റിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് സ്ട്രീറ്റിൽ കുമമോത്തോയിലുള്ള ഒരു സെക്കൻഡ് സ്ട്രീറ്റിലും കയറി. അവിടുന്ന് ഞാനൊന്നും മേടിച്ചില്ല, പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളൊന്ന് കണ്ട് കറങ്ങി അവിടെ നിന്ന് നമ്മൾ പതുക്കെ തിരിച്ചു. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ട്രാമ്പ് കാണുന്നത്. കുമമോത്തോയിൽ പോയപ്പോഴാണ് എനിക്കത് കാണാൻ പറ്റിയത്. ആൻഡ് ഐ വാസ് ഹാപ്പി. അതാണ് ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും വാങ്ങാൻ നിന്നില്ല എന്തായാലും. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ എല്ലാവരും, ടേക്ക് കെയർ.